എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു കുക്കറിൻ്റെ ചെറിയൊരു അൺബോക്സിംഗ് ആണ് കാണിക്കുന്നത്. അതിൻ്റെ കൂടെ പൊട്ടാറ്റോ സ്മൈലിയുടെ റെസിപ്പിയും കാണിക്കുന്നുണ്ട്. ഇത് ബജാജിൻ്റെ മജസ്റ്റി PCX63H ഹാൻഡി പ്രഷർ കുക്കറാണ്. ഇത് ഞാൻ നിങ്ങൾക്ക് തുറന്ന് കാണിച്ചു തരാം. ഇതാണ് ഇതിൻ്റെ മൂടി. നല്ല സ്റ്റൈലുണ്ട് കാണാൻ. ഇതാണ് വിസില്. ഇതാണ് നമ്മുടെ കുക്കർ. നല്ല അടിപൊളി കുക്കറാണിത്. ഇത് ഏതായാലും ഇന്ന് കുക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ വിചാരിച്ച് നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന്. ഇതിലാണ് ഞാൻ പൊട്ടാറ്റോ ബോയിൽ ചെയ്യുന്നത്. ഇത് ഞാനെല്ലാം ഫിറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇതാണ് വിസില്. ഇത് ഞാൻ തുറന്ന് കാണിച്ചു തരാം. ഇനി ഇതിൻ്റെ ഉൾഭാഗം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് ഇതിൻ്റെ ഉൾഭാഗം. നല്ല സ്റ്റൈലായിട്ടുണ്ട് ഇത് കാണാൻ. നല്ല കളറുമാണ്. ഇനി അടുത്തതായി ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ പൊട്ടാറ്റോ സ്മൈലി ഉണ്ടാക്കുന്നത് കാണിച്ചു തരാം. അങ്ങനെ ഞാൻ 4 ഉരുളക്കിഴങ്ങ് ഈ കുക്കറിൽ ഇട്ടിട്ടുണ്ട്. ഇനി ഇത് ബോയിൽ ചെയ്യുന്നുണ്ട്. ഇതൊന്ന് മൂടിക്കൊടുക്കാം. ഇനി ഇത് ഒരു 3-4 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം. അങ്ങനെ പൊട്ടാറ്റോ ബോയിലായി വന്നിട്ടുണ്ട്. ഇനി ഇത് തണുത്ത് കഴിഞ്ഞാൽ നമുക്ക് തോല് കളയണം. അങ്ങനെ പൊട്ടറ്റോ ഞാൻ തോല് കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായി ഉടച്ചെടുക്കണം. ഇത് ഒരു സ്പൂണോ ഫോർക്കോ കൊണ്ട് നമുക്ക് നന്നായി ഉടച്ചെടുക്കാം. അങ്ങനെ പൊട്ടറ്റോ ഞാൻ നന്നായി ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർക്കേണ്ട ഇൻഗ്രീഡിയൻസ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ആദ്യമായി ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇനി കുറച്ച് മുളക് പൊടിയും ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ബ്രെഡ് ക്രംസും ഇട്ട് കൊടുക്കാം. ഇനി കുറച്ച് കോൺഫ്ലവറും ഇട്ട് കൊടുക്കണം. ഇതൊരു 2 സ്പൂൺ മതി. ഇനി ഇത് നന്നായി കുഴച്ചെടുക്കണം. ഇതിൽ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ഉരുളക്കിഴങ്ങിൽ തന്നെ നല്ല വെള്ളം ഉണ്ടാവും. അപ്പോൾ ഇത് നമുക്ക് നന്നായി മിക്സാക്കി എടുക്കാം. അങ്ങനെ ഇത് നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതൊരു 30 മിനിറ്റ് വരെ ഫ്രിഡ്ജിൽ വെക്കണം. ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വെക്കുന്നത്. അത് കഴിഞ്ഞ് നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് കിടക്കാം. അങ്ങനെ 30 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇത് ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് പരത്തണം. ഇത് 2 ഭാഗമായിട്ടാണ് എടുക്കേണ്ടത് മാവ്. ഇതേപോലെ 2 പാർട്ടാക്കി എടുക്കാം. എന്നിട്ട് ഇത് ഒന്നും കൂടി ഇതേപോലെ ഉരുട്ടണം. എന്നിട്ട് ചപ്പാത്തി പലകയുടെ മേൽ ഇതേപോലെ ആക്കി
ഇത് അധികം നേരിയതായിട്ട് പരത്തണ്ട, ഈ ഒരു തടുപ്പിലാണ് വേണ്ടത്. അങ്ങനെ ഈ മാവ് ഞാൻ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇതേപോലെ ഒരു മൂടി കൊണ്ട് ഇതേപോലെ ആക്കി കൊടുക്കാം. ഇതൊരു 4 എണ്ണം കിട്ടും ഇതേപോലെ ആക്കി കൊടുത്താൽ. ഇനി ഇതിൻ്റെ സൈഡിലുള്ള ഈ മാവെല്ലാം നമുക്ക് ഇത് എടുത്തു കളയാം. ഇത് നമുക്ക് പിന്നെ പരത്തുമ്പോൾ വേണമെങ്കിൽ എടുക്കാം. ഈ വട്ടത്തിലുള്ളത് മാത്രം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. അങ്ങനെ ഇതെല്ലാം ഞാൻ റൗണ്ട് ഷേപ്പിൽ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേപോലെ ചെയ്തെടുക്കാം. ഇനി ഒരു സ്പൂൺ കൊണ്ട് ഇതേപോലെ ആക്കിയെടുക്കാം. എല്ലാം ഇതുപോലെ ചെയ്തെടുക്കാം. ഇതേപോലെ നന്നായി സ്മൈലി ആക്കി എടുക്കാം. ഇനി ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. അങ്ങനെ എല്ലാത്തിലും ഞാൻ സ്മൈലി ഷേപ്പ് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിവിടെ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇത് നന്നായി ചൂടായിട്ടുണ്ട്. നന്നായി ചൂടായ ശേഷം മാത്രമേ ഇടാവൂ. ഇത് ഓരോന്നായി നമുക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ പൊട്ടാറ്റോ സ്മൈലി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നിങ്ങൾ തീർച്ചയായും കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കണം. ഇതിൻ്റെ ഷേപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറും, അത് എണ്ണയിലിടുമ്പോൾ ആകുന്നതാണ്. അതൊന്നും സാരമില്ല. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ കമൻറ്റും ചെയ്യണം. താങ്ക്